ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് പിന്നാലെ ഇറാനിൽ അമേരിക്കയുടെ വ്യോമാക്രമണം. ഇതിന് കനത്ത തിരിച്ചടിയായി ബഹ്റൈനിലെ അമേരിക്കയുടെ 5ാം നാവിക വ്യൂഹത്തിന് നേരെ ഇറാൻ ഡ്രോണാക്രമണം നടത്തി. പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലേക്ക് നീങ്ങുന്നു. ഹോർമുസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിന് പകരമായാണ് അമേരിക്ക ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ കേന്ദ്രങ്ങളുമാണ് അമേരിക്ക പ്രധാനമായും ലക്ഷ്യമാക്കിയത്. തെക്കൻ ഇറാനിലെ ജാസ്ക്, ബന്ദർ അബ്ബാസ്, ഹേഷ്മ ദ്വീപ്, സിറിക് എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടന പരമ്പരകൾ നടന്നതായി അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിറിക്കിലെ ബമാനി ജില്ലയിലുള്ള 2 വലിയ ജലസംഭരണികളും ഒരു ടെലി കമ്മ്യൂണിക്കേഷൻ ടവറും അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നതായി ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ശക്തമായ തിരിച്ചടിയുമായി ഇറാനും രംഗത്തെത്തി. ബഹ്റൈനിലെ US 5ാം നാവിക വ്യൂഹത്തിന് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഡ്രോൺ ആക്രമണം നടത്തി. സുരക്ഷിതരായിരിക്കണമെങ്കിൽ അമേരിക്കൻ സേന തങ്ങളുടെ മേഖല വിട്ടുപോകണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും ഒരു ആക്രമണത്തിനും തിരിച്ചടി നൽകാതിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ ആക്രമണം തുടർന്നാൽ ഇതിലും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി. ഇതിനു പുറമെ ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെയും സംയുക്ത ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ അമേരിക്കയോ ജോർദാനോ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് പരിഭ്രാന്തരാകാതെ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. അതേസമയം ഇറാനിലെ തങ്ങളുടെ സ്വയരക്ഷാർത്ഥമുള്ള പ്രത്യാക്രമണം പൂർത്തിയായതായി അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അമേരിക്കൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചാണ് ഇറാനിലെ റഡാർ കേന്ദ്രങ്ങൾക്കും ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾക്കും നേരെ കൃത്യതയാർന്ന ആക്രമണം നടത്തിയതെന്ന് സെൻകോം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നത് ഇറാന്റെ ഡ്രോൺ ഇടിച്ചാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അമേരിക്ക ഈ അടിയന്തര സൈനിക നടപടിയിലേക്ക് നീങ്ങിയത്. മേഖലയിലെ അമേരിക്കൻ സേനയ്ക്കും വാണിജ്യ കപ്പലുകൾക്കും നേരെയുള്ള ഇറാന്റെ ന്യായീകരിക്കാനാവാത്ത കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം സുസജ്ജമാണെന്നും സെൻട്രൽ കമാൻഡ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.